കാഞ്ഞങ്ങാട് നഗരസഭ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. 8,000-ലധികം രൂപ വില വരുന്ന കായിക ഉപകരണങ്ങളാണ് ഓരോ ക്ലബ്ബിനും നൽകിയത്. ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. യുവജനങ്ങളിലെ കായികാഭിരുചി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. മികച്ച ഗുണനിലവാരമുള്ള ക്യാരം ബോർഡ്, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോൾ, ക്രിക്കറ്റ് ബാറ്റ് തുടങ്ങിയ 10,000-ഓളം രൂപ വിലമതിക്കുന്ന വിവിധ കായിക ഉപകരണങ്ങളാണ് ഓരോ ക്ലബ്ബുകൾക്കും നൽകിയത്. പുതിയകോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ സ്പോർട്സ് കിറ്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ക്ലബിന്റെ പ്രവർത്തനത്തിലടക്കം ഉപകരിക്കുന്ന സാധാരണ എല്ലായിടത്തും കാണുന്നത് ക്യാരം ബോർഡ് എല്ലാ ക്ലബിലും ഉപയോഗിക്കുന്നത് കാണാം, മറ്റു മത്സരങ്ങളിലുള്ളതിനേക്കാൾ. അതുകൊണ്ട് തന്നെ അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ നമ്മൾ സാധാരണ ടെൻഡർ നടപടികളിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ എന്നുള്ളതാണ് നമ്മൾ എടുക്കാറ്. പക്ഷേ സ്പോർട്സ് കിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്തൊരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്പോർട്സ് അധ്യാപകർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊക്യൂർമെന്റ് കമ്മിറ്റി ചേർത്തുകൊണ്ട് അതിന്റെ ലോവസ്റ്റ് കൊട്ടേഷൻ എന്നുള്ള പരിമിതി നോക്കാതെ ഏറ്റവും ഗുണമേന്മ മാത്രം നോക്കിക്കൊണ്ട് സാധനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ ഇതിനകത്ത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, P അഹമ്മദ് അലി, KV സരസ്വതി, K അനീശൻ, കൗൺസിലർമാരായ PV മോഹനൻ, K രവീന്ദ്രൻ, പള്ളി K രാധാകൃഷ്ണൻ, C രവീന്ദ്രൻ, T ബാലകൃഷ്ണൻ, PV മായാകുമാരി, VV ശോഭ, TV സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K പ്രഭാവതി സ്വാഗതവും നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ വൈശാഖ് ശോഭനൻ നന്ദിയും പറഞ്ഞു. 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നഗരഭരണസമിതി ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.